നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. ഒത്തിരി കുറവുകളും ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ശക്തി ആർജിക്കുവാൻ കഴിയുന്നത് ദൈവാത്മാവിലൂടെയാണ്, ദൈവാത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ് എന്ന് ഓർക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 പഠിപ്പിക്കുന്നത് യോർദാനിൽ നിന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു എന്ന്. മരുഭൂമിയുടെ അനുഭവം എല്ലാ കാലത്തും സാധ്യതകളില്ലാത്ത അനുഭവമാണ്. സാധ്യതകളില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം. യേശു കർത്താവ് സാധ്യതകളില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിനോടൊപ്പം സ്നാപക യോഹന്നാനോ യേശുവിൻ്റെ മറ്റു പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ കൂടാതെ യേശു കർത്താവ് ഒറ്റയ്ക്ക് ഈ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ പരീക്ഷണത്തിൻ്റെ, പ്രലോഭനത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന യേശുനാഥൻ വിജയകരമായി അതൊക്കെ തരണം ചെയ്ത് ശക്തി ആർജിച്ച് തിരികെ ഈ മരുഭൂമിയിൽ നിന്നും ഇറങ്ങി വരുന്നതും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. മരുഭൂമിയുടെ അനുഭവത്തിലേക്ക്, സാധ്യതയില്ലാത്ത ജീവിത അനുഭവത്തിലേക്ക്, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലേക്ക്, പരീക്ഷണത്തിന്റെയും പ്രലോഭനത്തിന്റെയും അനുഭവത്തിൽ വീണു പോകാതെ ശക്തിയോടെ നിൽക്കുവാൻ യേശുവിനെ സഹായിച്ചത് യേശുവിന്റെ ഉള്ളിൽ ആവഹിച്ച ദൈവത്തിന്റെ ആത്മാവായിരുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സാധ്യതകളില്ലാത്ത ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷകൾ ഇല്ലാത്ത ജീവിത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വീണു പോകാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, ശക്തിയോടെ പിടിച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുക.